28ാമത് പുത്തൻകുരിശ് യാക്കോബായ സുറിയാനി സഭയുടെ സുവിശേഷ യോഗത്തിൻ്റെ ഇന്ന് തിരിതെളിയുന്നു. സഭയുടെ കഴിഞ്ഞ പതിറ്റാണ്ടുകളുടെ ജീവചരിത്രത്തിൽ സാരമായ ചലനം സൃഷ്ടിക്കുവാൻ പുത്തൻകുരിശ് കൺവെൻഷന് സാധിച്ചിട്ടുണ്ട് എന്ന് നിർവിശങ്കം പറയുവാൻ സാധിക്കും. ദൈവം നമ്മോട് കൂടെയുണ്ട് എന്നുള്ള ഓർമ്മപ്പെടുത്തലുമായി ഒരു ക്രിസ്മസ് കൂടി കടന്നുപോയി. എന്നാൽ നക്ഷത്രങ്ങളുടെ തിളക്കം അവസാനിക്കുന്നതോടുകൂടി നമ്മുടെ ബാഹ്യമായ കണ്ണുകളിലെ ദൃശ്യത്തിൽ നിന്നും ക്രിസ്മസിൻ്റെ ആഘോഷങ്ങൾ അവസാനിക്കുന്നുണ്ടെങ്കിലും തിരുപ്പിറവിയുടെ അനുഗ്രഹകരമായ സന്ദേശത്തിൻ്റെ ആഴങ്ങൾ നമ്മുടെ മനസ്സിൻ്റെ ഹൃദയത്തിൻ്റെ അഗാധത്തിൽ നാം പെടുക്കേണ്ടുന്ന സന്ദേശം തന്നെയാണ്. ദൈവം നമ്മോട് കൂടെയുണ്ട് എന്ന ഓർമ്മപ്പെടുത്തൽ നമ്മുടെ തുടർന്നുമുള്ള ജീവിതത്തിൽ എക്കാലവും ദൈവത്തിൻ്റെ രൂപവും ഭാവവും സാദൃശ്യവും ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും വെളിപ്പെടുത്തുവാൻ പര്യാപ്തമാകുന്ന വിധത്തിൽ നമ്മെ സ്വാധീനിക്കേണ്ടത് തന്നെയാണ്. മാലാഖമാരുടെ ഹെവൻലി സ്വർഗീയമായ സന്ദേശം എത്രയോ ദിനങ്ങളായി നമ്മൾ ശ്രദ്ധാപൂർവം കേൾക്കുന്നു. ആശങ്കകളുടെയും ആകുലതകളുടെയും ഒരു ലോക ചുറ്റുപാടിലാണ് നമ്മൾ ജീവിക്കുന്നത്. വ്യക്തിഗതമായും കുടുംബപരമായും സാമൂഹ്യമായും സഭാപരമായും ഒക്കെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നവരാണ് നമ്മൾ പല വിധത്തിലും. അങ്ങനെയുള്ള ആശങ്കകളുടെയും ആകുലതകളുടെയും മധ്യേ അത്യുന്നതങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വം, ഭൂമിയിൽ സുമനസ്സുകൾക്ക് സമാധാനമെന്നുള്ള സന്ദേശം നിശ്ചയമായിട്ടും അല്പമെങ്കിലും ആശ്വാസം പകരുന്നത് തന്നെയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷത്തിലെ ഈ സ്വർഗീയ സന്ദേശം ഹൃദയത്തിൽ പതിയുമ്പോൾ ലഭിക്കുന്ന ആന്തരികമായ സൗഖ്യം അത് വാക്കുകളിൽ നിന്നും പറഞ്ഞറിയിക്കുക അസാധ്യവുമാണ്. യഥാർത്ഥത്തിൽ ക്രിസ്മസ് നമുക്ക് തരുന്ന സമാധാനവും സന്തോഷവും ഈ പുണ്യദിനത്തിന് എല്ലാ അർത്ഥത്തിലും അനുയോജ്യവുമാണ്. ദൈവസ്നേഹത്തിൻ്റെ പൂർണ്ണത എല്ലാ അർത്ഥത്തിലും വെളിപ്പെടുന്ന നിലയിലാണ് ദൈവത്തിൻ്റെ വചനം മാംസം ധരിക്കുന്നത്. വചനം ജഡമെടുത്ത് കൃപയും സത്യവും നിറഞ്ഞവനായി മനുഷ്യരുടെ മധ്യേ വസിച്ചു എന്നാണ് ശുദ്ധമുള്ള യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നാം വായിക്കുന്നത്. ദൈവത്തിൻ്റെ ജീവൻ്റെ വചനം നാം പെടുക്കുന്ന ജീവിതാനുഭവം അത് തന്നെയാണ് വചനത്തിൽ ജീവിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നതും. സുവിശേഷം പ്രസംഗിക്കുവാനും ധ്യാനിക്കുവാനും മാത്രമുള്ളതല്ല. ജീവൻ്റെ വചനം എല്ലാ അർത്ഥത്തിലും ജഡമെടുക്കേണ്ടുന്നതും ജഡം ധരിക്കേണ്ടുന്നതുമാണ്. ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയായി രൂപപ്പെടുവാനുള്ള സാധ്യതകളാണ് ദൈവം നമ്മോട് കൂടെയുണ്ട് എന്ന ഓർമ്മപ്പെടുത്തലോടുകൂടി ജീവൻ്റെ വചനം സജീവമായി നമുക്ക് മധ്യേ ഇന്നും നിലകൊള്ളുന്നത്. എന്നാൽ ജീവൻ്റെ വചനത്തിൻ്റെ സ്വാംശീകരണം എത്രമാത്രം നമ്മുടെ ഹൃദയത്തിൻ്റെ അഗാധങ്ങളിൽ രൂപപ്പെടുന്നുണ്ട് എന്നുള്ളത് മാത്രമാണ് ഒരു ചോദ്യചിഹ്നം. ഇവിടെ പിറവിയുടെ പെരുന്നാൾ ഒത്തിരി സന്തോഷവും ആഹ്ലാദവും നമുക്ക് തരുന്നതാണ്. ആഘോഷിക്കുവാൻ നമ്മെ ആരും പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആവശ്യത്തിനുള്ള ആഹ്ലാദവും ആഘോഷങ്ങളുമൊക്കെ കഴിഞ്ഞാണ് നമ്മളിവിടെ കൂടി വന്നിരിക്കുന്നത്. എന്നാൽ ക്രിസ്തുമസിൻ്റെ ചിന്തകൾ, തിരുപ്പിറവിയുടെ ചിന്തകൾ നമ്മെ ലാളിത്യത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും
സൗന്ദര്യവും കൂടി യഥാർത്ഥത്തിൽ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ക്രിസ്തുവിന് വേണ്ടി ജീവൻ വെടിഞ്ഞ ശിശുക്കളുടെ കണ്ണുനീരും കരച്ചിലും, നൊന്ത് പ്രസവിച്ച അമ്മമാരുടെ ദൈന്യതയാർന്ന വിലാപം, ഇതെല്ലാം ഈ നിലവിളിയും രോദനവും വേദനയും ഒക്കെ തന്നെ ക്രിസ്മസിൻ്റെ പിന്നാമ്പുറമായി അതിൻ്റെ തെളിമ നഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു പരിധി വരെയെങ്കിലും നമുക്ക് മുന്നിൽ നിലയുറപ്പിക്കുന്നുണ്ട്. നൂറ്റാണ്ടുകൾ പലത് കഴിഞ്ഞുവെങ്കിലും സ്ഥിതി ഇന്നും എന്തെങ്കിലും മാറ്റമുള്ളതായിട്ടുണ്ടോ എന്ന് നമുക്ക് ചിന്തിക്കുക അസാധ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യമേ ഓർമ്മപ്പെടുത്തിയത്, ആശങ്കകളുടെയും ആകുലതകളുടെയും മധ്യേ തിരുപ്പിറവിയുടെ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ ഈ ദീപ്തമായ സമാധാനത്തിൻ്റെ സന്ദേശം ഉൾക്കൊള്ളുവാൻ എത്രമാത്രം നമുക്കാവുന്നുണ്ട് എന്നുള്ളത്. സമാധാനവും സന്തോഷവും സുരക്ഷിതത്വവും ഒരു പരിധിവരെ ഒരു വിദൂര സ്വപ്നമായി കാണുന്ന അനേകരിൽ ഒരുവളായി ഒരു സമൂഹമായി ഒരുപക്ഷെങ്കിൽ നമുക്കും പലർക്കും അവിടെ താദാമ്യം പ്രാപിക്കുവാനായിട്ട് സാധിക്കും. ക്രിസ്തു പകരുന്ന ശാന്തി മനുഷ്യ മനസ്സിൽ വാഴുമ്പോഴാണ് ക്രിസ്തു നമ്മുടെ സമാധാനമായി മാറ്റപ്പെടുന്നത്. നീതിയിൽ അധിഷ്ഠിതമായ ദൈവിക സമാധാനം, നീതിയിൽ അധിഷ്ഠിതമായ ദൈവിക സമാധാനം സമൂഹത്തിൽ സൃഷ്ടിക്കുവാനുള്ള ആഹ്വാനമാണ് യഥാർത്ഥത്തിൽ തിരുപ്പിറവിയുടെ പെരുന്നാൾ നമുക്ക് തരുന്ന സന്ദേശത്തിൻ്റെ അടിത്തറ. സുമനസ്സുള്ള വിശുദ്ധന്മാരുടെ സമൂഹം വളർന്നെങ്കിൽ മാത്രമേ ദൈവിക നീതി പങ്കിടുവാനും നിലനിർത്തുവാനും യഥാർത്ഥത്തിൽ സാധിക്കുകയുള്ളൂ. കർത്താവിൻ്റെ തിരുപ്പിറവി കാലിത്തൊഴുത്തിൽ വെളിപ്പെടുന്ന ആത്മപരിത്യാഗത്തിൻ്റെ, വിനയത്തിൻ്റെ, താഴ്മയുടെ താദാമ്യം പ്രാപിക്കലാണ്. നാം സുഖവും ആഡംബരവും സന്തോഷവുമൊക്കെ അന്വേഷിക്കുമ്പോൾ കാലിത്തൊഴുത്ത് നമ്മെ ലളിത ജീവിതത്തിലേക്കുള്ള നേർക്കാഴ്ചയായി നമുക്ക് മുന്നിൽ എല്ലാ അർത്ഥത്തിലും നമ്മെ ക്ഷണിക്കുകയാണ് ചെയ്യുന്നത്. ഇന്ന് രാഷ്ട്രീയ മത സാമൂഹ്യ സഭാ മേഖലകൾ വിഭജനങ്ങളുടെയും പോർവിളികളുടെയും വെല്ലുവിളികളുടെയും ഉയരുന്ന പശ്ചാത്തലത്തിൽ സ്നേഹവും സാന്ത്വനവും പകർന്ന് ദൈവിക ശാന്തി പരിപോഷിപ്പിക്കുവാനുള്ള സാധ്യതകളാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഈ വർഷത്തെ കൺവെൻഷൻ്റെ ധ്യാന ചിന്തയുമായി ചേർത്ത് വെച്ച് അന്വേഷണം നടത്തേണ്ടുന്നത്. ദൈവികമായ സ്വർഗീയ സമാധാനം സഹജീവികളുമായി പങ്കുവെച്ച് സ്നേഹസമൂഹത്തെ സൃഷ്ടിക്കുവാൻ ഈ അനുഗ്രഹീത പെരുന്നാളിൻ്റെ സന്ദേശവും ഈ ദിനങ്ങളിൽ നാം ഹൃദയത്തോട് ചേർത്ത് വെച്ച് ധ്യാനിക്കുന്ന മുന്നമേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ എന്നുള്ള നമ്മുടെ കർത്താവും ദൈവവുമായവൻ്റെ പ്രബോധനവും ലോകത്തിനും അതിൻ്റെ ചിന്തകൾക്കും അതിൻ്റെ ദുഷ്ടതയ്ക്കും അതിൻ്റെ എല്ലാ ഭാവങ്ങൾക്കും അപ്പുറമായി ദൈവം ഒരുക്കി തരുന്നതായ ദൈവരാജ്യത്തിൻ്റെ നീതിയും ധർമ്മവും സനാതനമായ മൂല്യങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജീവിക്കുവാനുള്ളതായ വിളിയും നിയോഗവും യഥാർത്ഥത്തിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ആത്മീയതയുടെ അളവുകോൽ പലർക്കും പല വിധത്തിലാണ്. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവത്തോടും മനുഷ്യരോടും പ്രപഞ്ചത്തോടും ഒരുപോലെ ഉദാത്തമായ ബന്ധം പുലർത്തുന്നതിലൂടെയാണ് ആത്മീയത വളരുന്നതും വെളിപ്പെടുന്നതും കൂടുതലായി തെളിമയോടുകൂടി ആത്മീയതയെ നമുക്ക് ദർശിക്കുവാനാകുന്നതും. എന്നാൽ നമ്മളെ ആത്മീയതയെ പലപ്പോഴും നമ്മൾ പരിമിതപ്പെടുത്താറുണ്ട്. ഇത് പലപ്പോഴും നമ്മൾ പരിമിതപ്പെടുത്തി ദൈവവും മനുഷ്യനും തമ്മിലുള്ളതായ ബന്ധം മാത്രമായി അതിനെ പരിമിതപ്പെടുത്തുമ്പോൾ യഥാർത്ഥത്തിലുള്ളതായ ദൈവശാസ്ത്രത്തിൽ നിന്നും ദൈവദർശനത്തിൽ നിന്നുമുള്ളതായ ഒരു അകൽച്ചയാണ് യഥാർത്ഥത്തിൽ നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നത്. ക്രിസ്തു ദർശനത്തിൽ ദൈവത്തോടുള്ള ബന്ധത്തിന് സമാനമായി
മറ്റുള്ളവരോട്, മനുഷ്യരോടുള്ളതായ ബന്ധത്തെ കാണുവാനും നമുക്ക് സാധിക്കണം. മനുഷ്യരോടുള്ള ബന്ധത്തെ കാണുമ്പോൾ നിശ്ചയമായും പരിസ്ഥിതിയുമായി ചേർത്ത് വെച്ചുകൊണ്ട് മാത്രമേ ദൈവ-മനുഷ്യ പരിസ്ഥിതി ബന്ധത്തെ നമുക്ക് കാണുവാനും സാധിക്കുകയുള്ളൂ. ശുദ്ധമുള്ള മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 7-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം, മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ അവർക്ക് ചെയ്തു കൊടുപ്പിനെന്നാണ് ക്രിസ്തു പറഞ്ഞിരിക്കുന്നത്. ഇവിടെ സ്നേഹിക്കപ്പെടുവാൻ, പ്രശംസിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും, കരുതപ്പെടുവാൻ. അതിൽ നമ്മളെല്ലാവരും മുൻപന്തിയിൽ തന്നെയായിരിക്കാം. എന്നാൽ സ്നേഹം കൊടുക്കുവാൻ, പകുത്തു കൊടുക്കുവാൻ, പങ്കുവയ്ക്കുവാൻ, പ്രശംസിക്കുവാൻ നമ്മിൽ എത്ര പേർക്ക് മുൻപിൽ നിൽക്കുവാൻ സാധിക്കുമെന്നുള്ളത് ഒരു പ്രതിസാക്ഷ്യമാണ്. ശുദ്ധമുള്ള മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 16, മറ്റുള്ളവർ നിങ്ങളുടെ സൽക്കർമ്മങ്ങൾ കണ്ട് സ്വർഗസ്ഥനായ എൻ്റെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടുന്നതിന് നിങ്ങളുടെ സൽക്കർമ്മങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ എന്ന് ക്രിസ്തു പറയുന്നുണ്ട്. ക്രിസ്തുവിന് മുമ്പ് 8-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന യഹൂദ പ്രവാചകനായ മീഖ ദൈവത്തോടും മനുഷ്യരോടുമുള്ള ബന്ധത്തെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഇപ്രകാരം പ്രസ്താവിക്കുന്നുണ്ട്: മനുഷ്യ, നല്ലതെന്തെന്ന് അവിടുന്ന് നിനക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. നീതി പ്രവർത്തിക്കുക, കരുണ കാണിക്കുക, നിന്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിനീതനായി ചരിക്കുക. ഈ 3 കാര്യങ്ങളും യഥാർത്ഥത്തിൽ ആത്മീയതയുടെ അളവുകോലായി നമുക്ക് സ്വീകരിക്കുവാൻ സാധിക്കുന്നതാണ്. ഒന്നാമതായി നീതി പ്രവർത്തിക്കുക. ഇന്ന് സമൂഹത്തിൻ്റെ എല്ലാ തലങ്ങളിൽ നിന്ന് കേൾക്കുന്ന ഒന്നാണ് നീതിക്ക് വേണ്ടിയുള്ള മുറവിളി. അതിന് പല സ്വഭാവങ്ങളുണ്ട്, അതിന് പല ഫോറംസ് ഉണ്ട്, അതിന് പല വ്യാഖ്യാനങ്ങളുമുണ്ട്. നീതിയിൽ അധിഷ്ഠിതമായ ഒരു സമൂഹത്തിൽ സമാധാനം കൈവന്ന് കാണുവാൻ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ നീതി നടപ്പാകാതെയുള്ള സമാധാനം എന്ന് പറയുന്നത് അത് തികച്ചും അസാധ്യവുമാണ്. അതുപോലെ തന്നെയാണ് നീതി കൂടാതെയുള്ള ആത്മീയതയും. നീതിബോധമില്ലാത്ത, നീതി നിർവഹണമില്ലാത്ത ആത്മീയത എന്ന് പറയുന്നത് ബോഗസ് സ്പിരിച്വാലിറ്റിയാണ്. അത് കപട ആധ്യാത്മികതയാണ്. പലപ്പോഴും ദൈവ-മനുഷ്യ ബന്ധത്തിൽ മാത്രം ഒതുക്കി നിർത്തുവാൻ ശ്രമിക്കുന്ന ആത്മീയതയിൽ പലപ്പോഴും ഈ അർത്ഥശൂന്യത പല തലങ്ങളിലും കടന്നു വരുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ദൈവരാജ്യത്തെക്കുറിച്ചുള്ള നിർവചന വിശുദ്ധ ഗ്രന്ഥത്തിൽ നാം വായിക്കുന്നുണ്ട്. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിന് സന്തോഷവും എത്രേ എന്നാണ് നാം വായിക്കുന്നത്. 2-ാമത്തെ കാര്യം കരുണ കാണിക്കുക എന്നുള്ളതാണ്. ഗിരിപ്രഭാഷണത്തിലൂടെ ക്രിസ്തു വിവരിക്കുന്ന ഒന്നാണ് കരുണയുള്ളവരായിരിക്കുക എന്നുള്ളത്. മനസ്സലിവിൻ്റെ വികാരം ഉള്ളിൽ നാം പെടുക്കുമ്പോൾ കാരുണ്യത്തിൻ്റെ കരം നമ്മിൽ നിന്നും നീളുകയാണ് മറ്റുള്ളവരിലേക്ക്. രക്ഷകനായ ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ സവിശേഷ സ്വഭാവമായിരുന്നു അവിടുത്തെ പ്രകടന പത്രികയിലുമെല്ലാം വളരെ ശ്രദ്ധേയമായി വെളിപ്പെടുത്തിയിട്ടുള്ള ഒന്നാണ് മനസ്സലിവ്. ക്രിസ്തു സ്വഭാവത്തിൻ്റെ ആർദ്രതയും സ്നേഹവും കരുതലും ഈ വികാരങ്ങൾ ഉളവാകുന്നതിനും അത് നിലനിർത്തുന്നതിനും യഥാർത്ഥത്തിൽ വിശുദ്ധാത്മാവിൻ്റെ പ്രവാഹം ഒരു ദൈവ പൈതലിൽ അനിവാര്യമായിരിക്കുന്നു. 3-ാമതായി നിന്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നീ വിനീതനായിരിക്കുക എന്നുള്ളതാണ്. നീതിയും കരുണയും ഉള്ളവരായി അവ നിലനിർത്തുവാൻ അദൃശ്യമായ ശക്തിപ്രവാഹം ആവശ്യമാണെന്നതുപോലെ അത് ലഭ്യമാകുന്നത് ദൈവത്തിൽ നിന്നുമാണ് എന്നുള്ളതായ ബോധ്യം. ദൈവ-മനുഷ്യ ബന്ധത്തിൻ്റെ സ്വഭാവമായ ഒരു ദൈവ പൈതൽ ഉരുവാകേണ്ടുന്നത് വിനയമാണ്, അഹന്തയല്ല. ചില വ്യക്തികളുടെ കഴിവിനെക്കുറിച്ച് നമുക്ക് വാദോരാതെ സംസാരിക്കുവാനായിട്ട് സാധിക്കും. അവരുടെ കഴിവുകളിലും താലന്തുകളിലും നമുക്ക് പലപ്പോഴും അത്ഭുതം തോന്നാറുണ്ട്. എന്നാൽ അറിവിൻ്റെ ഭണ്ഡാരമായി അവരെ വിശേഷിപ്പിക്കുവാൻ നമുക്ക് സാധിക്കുമെങ്കിലും അവരിൽ പലപ്പോഴും വിനയം ധരിക്കുന്നതിൽ പരാജയം സംഭവിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വിനയത്തിന് 2 മുഖങ്ങളുണ്ട്. ദൈവത്തോടുള്ള ബന്ധത്തിലും മറ്റുള്ളവരോടുള്ള ബന്ധത്തിലും. ദൈവത്തോടുള്ളതായ ബന്ധത്തിൽ
ദൈവത്തിങ്കിലേക്ക് ദൃഷ്ടി ഉയർത്തുവാൻ ഒരുവനെ പ്രേരിപ്പിക്കുന്നു. മനുഷ്യരോടുള്ള ബന്ധത്തിൽ അവൻ്റെ മുമ്പാകെ ശിരസ്സുകളെ നമിക്കുവാനും പ്രേരിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ് ഈ വിനയ സ്വഭാവം. യഥാർത്ഥത്തിൽ വിനയം ധരിക്കണമെങ്കിൽ നമ്മുടെ ബലഹീനതകളും പരിമിതികളും മനസ്സിലാക്കണം. സമ്പൂർണമായും കലവറ കൂടാതെ നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുകയും വേണം. അവിടെ ഭയം മാറിപ്പോവുകയും അഹന്ത അസ്തമിക്കുകയും ചെയ്യുമ്പോൾ ജീവിതം സുഗമവും സന്തോഷപ്രദവുമായ അനുഭവമാക്കി മാറ്റിയെടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. അനുഗ്രഹിക്കപ്പെട്ടവരെ, മനുഷ്യ ബന്ധത്തെയും മനുഷ്യപ്രപഞ്ച ബന്ധത്തെയും ഊഷ്മളമാക്കുന്നതിലൂടെ ദൈവമനുഷ്യ ബന്ധങ്ങൾക്ക് പുത്തൻ ഉണർവേകി പുതിയ കാഴ്ചപ്പാടുകളിലൂടെ ആത്മീയതയുടെ ആഴങ്ങൾ താണ്ടുവാനും ക്രിസ്തു അനുഭവത്തിൻ്റെ പൂർണ്ണതയിലേക്ക് വളരുവാനുമാണ് ഈ പിറവിയുടെ പെരുന്നാളിൻ്റെ സന്ദേശവും ഈ വർഷത്തെ പുത്തൻകുരിശ് കൺവെൻഷൻ്റെ ചിന്താ വിഷയവുമായ മുന്നമേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിനെന്നുള്ള ജീവൻ്റെ സുവിശേഷത്തിൻ്റെ പ്രഘോഷണവും നമ്മെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. അനുഗ്രഹിക്കപ്പെട്ടവരെ, നമുക്ക് വിനയാന്വിതരായി ദൈവം നമുക്കായി ഒരുക്കിയിരിക്കുന്ന സ്വർഗീയമായ അനുഗ്രഹത്തിലേക്ക് ചേർന്ന് നിൽക്കാം. ദൈവത്തിൻ്റെ വചനത്തിന് നമുക്ക് കാതോർക്കാം. ഹൃദയം നിറഞ്ഞു കവിയുന്നതാണ് നമ്മൾ പലപ്പോഴും വായുകൊണ്ട് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹൃദയം നിറഞ്ഞു കവിയുന്ന മലീമസമായ മനസ്സിൻ്റെ ആ അകത്തളങ്ങളെ കഴുകി വെടുപ്പാക്കുവാൻ ക്രിസ്തു എല്ലാ അർത്ഥത്തിലും നമ്മിൽ വസിക്കുന്ന അനുഭവസത്തയിലേക്ക് നമ്മുടെ ഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്തിയെടുക്കുവാൻ മനസാന്തരത്തിൻ്റെ അനുഭവത്തോടുകൂടി ദുർവികാരങ്ങളും ദുർചിന്തകളും പാപവും മ്ലേച്ഛതയും എല്ലാം വെടിഞ്ഞുകൊണ്ട് ക്രിസ്തു വസിക്കുന്ന ആലയമായി രൂപപ്പെടുവാനുള്ളതായ സാധ്യതകളാണ് മുന്നമേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ എന്നുള്ള നമ്മുടെ കൺവെൻഷൻ്റെ ഈ ചിന്താ വിഷയത്തിലൂടെ നമ്മെ ഓരോരുത്തരെയും കൂട്ടിക്കൊണ്ടു പോകുന്നത്. ഈ യാത്ര സുഗമമായിരിക്കുവാൻ, ഈ യാത്രയിലൂടെ നമുക്കെല്ലാവർക്കും ആത്മീയമായ ഭക്ഷണം സമൃദ്ധമായി ലഭിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഈ പുത്തൻകുരിശ് കൺവെൻഷനിലൂടെ ഏവർക്കും നിറഞ്ഞു കവിയുന്ന ജീവിതാനുഭവമുള്ളവരായി ഇവിടെ നിന്നും ഭവനങ്ങളിലേക്ക് പോകുവാനുള്ളതായ സാധ്യതയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥനാപൂർവം നേർന്നുകൊണ്ട് 28ാമത് പുത്തൻകുരിശ് കൺവെൻഷൻ അനുഗ്രഹകരമായി തിരിതെളിയുമ്പോൾ ഇനി വരുന്ന ദിനങ്ങളിൽ പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടും കൂടി ദൈവവചനം കേട്ട് ആസ്വദിക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവം തരുന്ന സാധ്യതകൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനുള്ള മനസ്സുള്ളവരുമായി നമുക്ക് മുന്നേറുവാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥനാപൂർവം നേർന്നുകൊണ്ട് ഈ അധ്യക്ഷ പ്രസംഗം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ശേഷം